ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യമാണ്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇവിടെ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വചനം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അനേക ഉപമകൾ പറഞ്ഞുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞു കൊടുത്തിരുന്നത്. ഇവിടെ യേശു കർത്താവ് ഒരു മുന്തിരിവള്ളിയും അതിൻ്റെ കൊമ്പുകളും തമ്മിലുള്ള ബന്ധത്തെ കാണിച്ചുകൊണ്ട് യേശു ക്രിസ്തുവും ആ ക്രിസ്തുവിൽ വസിക്കുന്നവരും തമ്മിലുള്ള ബന്ധത്തെ, എങ്ങനെ അവർക്ക് ഫലം കായ്ക്കുവാൻ കഴിയുമെന്നുള്ള കാര്യത്തെ അവിടെ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. കർത്താവ് അവിടെ പറയുകയാണ്, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. പ്രിയ ദൈവമക്കളെ, നാം കർത്താവിലാണ് വസിക്കുന്നത് എങ്കിൽ അതുപോലെ തന്നെ ആ കർത്താവ് നമ്മിലും വസിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് ആ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഫലം കായ്പാൻ കഴിയുകയുള്ളൂ. നാം കർത്താവിൽ തന്നെ വസിക്കണം. എങ്കിൽ മാത്രമേ ആ കർത്താവ് നമ്മിലൂടെ വസിച്ച് ആ കർത്താവ് നമ്മിലൂടെ ചില പ്രവർത്തികൾ ചെയ്ത് ആ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ, അധികം ഫലം കായ്പാൻ നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. ഒരു മുന്തിരി വള്ളിക്ക് ആ കൊമ്പുകളുമായിട്ട് അഭേദ്യമായൊരു ബന്ധമുള്ളതുപോലെ ആ കർത്താവുമായിട്ട് നമുക്കൊരഭേദ്യമായ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫലം കായ്ക്കുവാനായിട്ട് ഫലം കൊടുക്കുവാനായിട്ട്, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. സ്തോത്രം. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിന് വേണ്ടി അധികം ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. നാം ആ കർത്താവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ കർത്താവിൽ വിശ്വസിച്ച് ആ കർത്താവ് പറയുന്ന കാര്യങ്ങളെ അനുസരിച്ച് വചനപ്രകാരം നാം ആ കർത്താവിനോട് കൂടെ വസിച്ചെങ്കിൽ, കർത്താവിൽ വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫലം കായ്ക്കുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. യഹൂദ ജാതിയെ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ യഹോവയുടെ മുന്തിരിവള്ളിയായി വേദപുസ്തകത്തിൽ അനവധി സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 80:8 പറയുന്നു, മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞതിനെ നട്ടു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, മിസ്രയീമിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം വിടുവിച്ച് ആ ദൈവം അവരെ നടത്തിക്കൊണ്ടുവന്ന് കനാൻ ദേശത്ത് അനേക ജാതികളെ മാറ്റിക്കളഞ്ഞിട്ട്, സ്തോത്രം, അനേക ജാതികളെ നീക്കിക്കളഞ്ഞിട്ട് അവരെ അവിടെ പാർപ്പിച്ചു. എന്തിനു വേണ്ടിയാണ് അവരെ അവിടെ പാർപ്പിച്ചത്? കർത്താവിന് വേണ്ടി അധികം ഫലം കൊടുക്കുവാൻ, ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാനാണ് അവരെ അവിടെ നട്ടത്. എന്നാൽ നാം ഹല്ലേലൂയ കാണുന്നു, അവർ ദൈവം ആഗ്രഹിച്ചതുപോലെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടില്ല, ദൈവത്തിന് വേണ്ടി ഫലം കായ്ച്ചില്ല. ഹോശേയ പ്രവചനം 10-ാം അധ്യായം അതിൻ്റെ 1 പറയുന്നു, ഇസ്രായേൽ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയാകുന്നു.
അവൻ ഫലം കായ്ക്കുന്നു. തൻ്റെ ഫലത്തിൻ്റെ ബഹുത്വത്തിന് തക്കവണ്ണം അവൻ ബലിപീഠങ്ങളെ വർദ്ധിപ്പിച്ചു. തൻ്റെ ദേശത്തിൻ്റെ നന്മയ്ക്ക് തക്കവണ്ണം അവൻ ഭംഗിയുള്ള വിഗ്രഹസ്തംഭങ്ങളെ ഉണ്ടാക്കി. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിനു വേണ്ടി ഫലം കായ്ക്കേണ്ട ഇസ്രായേല് പടർന്നു പന്തലിച്ചു എങ്കിലും അവർ ദൈവത്തിനു വേണ്ടി ഫലം കായ്ച്ചില്ല. അവിടെ പറഞ്ഞിരിക്കുന്നു, തൻ്റെ ഫലത്തിൻ്റെ ബഹുത്വത്തിന് തക്കവണ്ണം അവൻ ബലിപീഠങ്ങളെ വർദ്ധിപ്പിച്ചു എന്നാണ് അവിടെ പറയുന്നത്. ദൈവത്തിന് വിരോധമായി അവർ സംസാരിച്ചു. ദൈവത്തിന് വിരോധമായി അവർ ആമേൻ അവർ ആ വിഗ്രഹങ്ങളെ സ്ഥാപിച്ചു, ബിംബങ്ങളെ പ്രതിഷ്ഠിച്ചു, ദൈവത്തിന് വിരോധമായി അതിനെ ആരാധിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അവർ ദൈവത്തിന് വേണ്ടി ഫലം കായ്ച്ചില്ല. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, എന്നെയും നിന്നെയും ഈ ദേശങ്ങളിൽ, നമ്മളായിരിക്കുന്ന രാജ്യങ്ങളിൽ ദൈവം നിർത്തിയിരിക്കുന്നതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എന്തിനു വേണ്ടിയാണ് നമ്മെ കർത്താവ് ആക്കിയിരിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഫലം കൊടുക്കുവാൻ വേണ്ടിയാണ്. എങ്കിൽ നാം ആ ക്രിസ്തുവിൽ വസിച്ചെങ്കിൽ മാത്രമേ അത് സാധ്യമായി തീരുകയുള്ളൂ. സ്തോത്രം. ആ കർത്താവിൽ നിന്ന് നാം അകന്നു പോയാൽ നമുക്ക് ഫലം കൊടുക്കുവാൻ കഴിയുകയില്ല. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നാം ഒന്ന് നോക്കിക്കേ. 1-ാം അധ്യായം അതിൻ്റെ 10 നാം വായിക്കുന്നു, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണം എന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണമെന്നും അവിടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തലൻ പറയാണ്, സകല സൽപ്രവൃത്തിയിലും നാം ഫലം കായ്ച്ചു വളരണം. സ്തോത്രം. കർത്താവിന് വേണ്ടി നാം ഫലം കായ്ക്കുന്നവരായി തീരണം. അതിനു വേണ്ടിയാണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ചെങ്കിൽ മാത്രമേ, നാം യേശുവിൽ വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിന് വേണ്ടി ഫലം കൊടുക്കുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. പ്രിയ ദൈവജനമേ, ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ഫലമുള്ള ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമയായി നാം മാറണമെങ്കിൽ വിശ്വാസത്താൽ ഓരോ നിമിഷവും നാം ആ കർത്താവുമായിട്ട് ബന്ധം പുലർത്തുന്നവരായിരിക്കണം. ഒരു അഭേദ്യമായ ബന്ധം, പിരിയാൻ പറ്റാത്ത ഒരു ബന്ധം നമുക്ക് കർത്താവുമായിട്ടുണ്ടായിരിക്കണം. സ്തോത്രം. ആ കർത്താവിൽ നാം വസിക്കണം. ആ കർത്താവ് നമ്മിൽ വസിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുള്ളൂ. ഇവിടെ കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ്, സ്തോത്രം, ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, 4-ാം അധ്യായം അതിൻ്റെ 13 പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മെ ശക്തനാക്കുന്നത്, നമ്മെ ശക്തന്മാരാക്കുന്നത് ആ കർത്താവാണ്. സ്തോത്രം. ആ കർത്താവ് നമ്മിൽ വസിച്ച് അവൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മിലൂടെ ഫലം പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരും. ആ ക്രിസ്തുവിന് വേണ്ടി നാം ഫലം പുറപ്പെടുവിക്കുന്നവരായിത്തീരും. സ്തോത്രം. യേശു കർത്താവ്, ഹല്ലേലൂയ, ആ 15-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മെ ദൈവം തിരഞ്ഞെടുത്തത്, നമ്മെ ദൈവം വിടുവിച്ചെടുത്തത് നാം കർത്താവിന് വേണ്ടി പോയി ഫലം കായ്ക്കേണ്ടതിന് വേണ്ടിയാണ്. സ്തോത്രം. ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ നിന്ന് പുറപ്പെടുവാൻ
തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഗലാത്യ ലേഖനം അതിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ഫലങ്ങൾ നമ്മിൽ നിന്ന് പുറപ്പെടണം. അനേകരും നമ്മെ കാണുമ്പോൾ ഇവൾ ക്രിസ്തുവിനുള്ളെന്ന് പറയത്തക്കവണ്ണം, ഇവൻ ക്രിസ്തുവിനുള്ളവനെന്ന് പറയത്തക്കവണ്ണം നമ്മിൽ നിന്ന് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മൾ ഫലം കായ്ക്കുന്നത് കണ്ട് ആമേൻ, ആ പിതാവ് നമ്മിൽ മഹത്വപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം. സ്തോത്രം. കർത്താവ് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ആ കർത്താവിനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അതുകൊണ്ട് ആ കർത്താവിൽ നമുക്ക് ഓരോ നിമിഷവും വസിക്കാം. ആ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തരുന്ന ആയുസ്സ്, നമുക്ക് തരുന്ന ആരോഗ്യം, നമുക്ക് തന്നിരിക്കുന്ന സമ്പത്തെല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്താം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ കർത്താവാണ് മുന്തിരിവള്ളി. ആ കർത്താവിൽ വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ആ കർത്താവിനായി ജീവിക്കാം. അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് നമുക്ക് നേടാം. നിത്യരാജ്യത്തിന് അവകാശികളായി തീരാം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, അടിയങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. കർത്താവെ, വചനം കേൾക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം. സകലവും യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.